ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ വേണ്ടി മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കയറി കണ്ടിട്ടില്ലാത്തവരോ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അതിന്റെ ബാലൻസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മഹിമ എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ സച്ചി വരരുത് എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറയണം. പക്ഷെ സച്ചി വരുന്നു മഹിമയ്ക്കും അറിയാം, സച്ചി വരാതെ ഈ ചടങ്ങ് നടക്കില്ലെന്നും മഹിമയ്ക്ക് അറിയാം. ഇതൊക്കെ മഹിമയുടെ ഒരു അടവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സച്ചി ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ സച്ചിയുടെ മണ്ടയിൽ കൊണ്ടുവെക്കുകയും ചെയ്യാം. മകളെയും മരുമകനെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം. അങ്ങനെ കുറെ പ്ലാനുകളൊക്കെ തയ്യാറാക്കി മഹിമ വന്നു ചന്ദ്രയോട് ആവശ്യപ്പെട്ടു. ചന്ദ്രയാണെങ്കിൽ ആവശ്യപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ പറയുകയും ചെയ്തു, സച്ചിനെ അല്ലെങ്കിലും ഈ ഒരു ചടങ്ങില് പങ്കെടുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിവിടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന്. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. അപ്പൊ ശ്രുതി ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതാര്, ശ്രുതിയോ? വന്നിവിടെ ഇരിക്കുക. അല്ല, മോളുടെ ചടങ്ങും കൂടെ ആണല്ലോ നടക്കാൻ പോകുന്നത്, അച്ഛനൊക്കെ വരുവോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ആണെങ്കിൽ എല്ലാം കൂടെ വന്ന് എന്റെ തലയിലാണല്ലോ കയറുന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അത് അച്ഛനൊക്കെ വരും. അല്ല ആന്റിക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാൻ, ആന്റി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ജ്യൂസ് എടുക്കാം എന്നിങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് അടുക്കളയിലേക്ക് രക്ഷപ്പെട്ട് ഓടുകയാണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തിയെ, അമ്മ എന്തിയെ, കുടുംബക്കാരെന്തിയെ എന്നൊക്കെ ചോദിക്കും. പിന്നെ അത് ചന്ദ്രയ്ക്ക് ദേഷ്യമാകും, ചന്ദ്ര നമ്മുടെ ശ്രുതിയോട് ദേഷ്യപ്പെടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടി മാക്സിമം നമ്മുടെ ശ്രുതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞു. നമ്മുടെ മഹിമയൊക്കെ അങ്ങ് പോയി. അപ്പൊ രവീന്ദ്രൻ കയറി വരികയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ കയറി വന്ന ഉടനെ തന്നെ, അതെ രവിയേട്ടന് വെള്ളം വേണോ, ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. എന്തൊക്കെയോ ഭയങ്കരമായ സോപ്പിംഗ് ആണ്. ചന്ദ്രയുടെ സോപ്പിംഗ് കണ്ടപ്പം നമ്മുടെ രവീന്ദ്രൻ അറിയാതിരിക്കും. രവീന്ദ്രൻ ചോദിച്ചു, എന്തു പറ്റി, എന്താ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നീ അങ്ങ് പറഞ്ഞോ. ഇത് ആദ്യമായിട്ടാണല്ലോ നീ വെള്ളം ചോദിക്കുന്നു, ചായ ചോദിക്കുന്നു, ജ്യൂസ് ചോദിക്കുന്നു. അതെ, എന്താ ചന്ദ്രൻ നിനക്ക് പറ്റിയത്? ഹേയ്, എന്റെ ഭർത്താവിന് വെള്ളവും ചായയും ജ്യൂസൊക്കെ തരാൻ വേണ്ടി അതിനിപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത്? എന്ത് ജ്യൂസാ? ഓറഞ്ച് ജ്യൂസാണോ വേണ്ടത്? എനിക്ക് ഒരു ജ്യൂസും വേണ്ട. അതെ രവിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അറിയാലോ, ശ്രീകാന്തിന്റെ പെണ്ണിന്റെ താലിമാറ്റൽ ചടങ്ങല്ലേ? അതെ, അത് നീ എന്നോട് പറഞ്ഞല്ലോ. വളരെ ഗംഭീരമായിട്ട് അവന്റെ വീട്ടുകാരൊക്കെ അവളുടെ വീട്ടുകാർ നടത്താൻ പോവോ, അതിന്റെ കൂടെ ശ്രുതിയുടെയും ഒക്കെ നടത്താന്ന്. അതിനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ അത് വല്ലതും മാറ്റി വെച്ചോ? അതല്ല രവിയേട്ടാ, അത് പിന്നെ അവര് വലിയ വലിയ വീട്ടുകാരല്ലേ, ഒത്തിരി കുടുംബങ്ങളില്ലേ, അവരുടെ ബന്ധുക്കളും ഫാമിലിയിലുള്ളവരും ഒക്കെ ആയിട്ട്, അതും വരുന്നവരെല്ലാം വലിയ വലിയ ആൾക്കാരാ, നമ്മുടെ ഒന്നും സ്ഥാനത്ത് നിൽക്കുന്നവരല്ല, അവരൊക്കെ വലിയ പണമുള്ളവരല്ലേ. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പണമില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നാ പിന്നെ ഒരു ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യാൻ പറ. അതല്ല രവിയേട്ടാ, എന്താടി വളഞ്ഞു മൂക്കി പിടിക്കാതെ കാര്യം പറ. അത് പിന്നെ എനിക്ക് പറയാനുള്ളത്, അവരൊക്കെ വരുമ്പോഴേക്കുവേ വലിയ രീതിയിൽ വഴക്കൊന്നും ഉണ്ടാകരുത്, നല്ല രീതിയിൽ തന്നെ ചടങ്ങ് നടത്തണം. അറിയാലോ നിങ്ങക്ക് സച്ചിയുടെ കാര്യം, സച്ചി ഉണ്ടല്ലോ, എവിടെ വന്നാലും അവിടെ വഴക്കുണ്ടാകും. അന്ന് കണ്ടില്ലേ, അന്ന് റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വഴക്കുണ്ടായത്? അത് സച്ചി കാരണമാണോ? അത് വർഷയുടെ അച്ഛൻ കാരണമല്ലേ? അതൊക്കെ ശരിയാണ്. എങ്കിലും വേണ്ട, നമുക്ക് സച്ചിനെ ഈ ഒരു ചടങ്ങിന് പങ്കെടുപ്പിക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കാം. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? അപ്പൊ പെട്ടെന്ന് നമ്മുടെ രേവതി വന്നിട്ട് രേവതി ഇതൊക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ രേവതി പറഞ്ഞു, എന്റെ അച്ഛ, എന്താ സച്ചേട്ടൻ ചെയ്യുന്ന തെറ്റ്? സച്ചേട്ടൻ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ എപ്പോഴും എപ്പോഴും അമ്മേ സച്ചേട്ടൻ ഇങ്ങനെ അപമാനിക്കുന്നത്? ഈ വയറ്റിൽ തന്നെയല്ലേ സച്ചേട്ടൻ ഉണ്ടായത്? നിന്നോടാരും കൂടുതലൊന്നും ചോദിച്ചില്ലല്ലോ രേവതി, നീ അങ്ങോട്ട് മാറി നിന്നേ അങ്ങോട്ട്. നിന്റെ നാക്ക് ഞാനുണ്ടല്ലോ, അല്ലെങ്കിലും ഇച്ചിരി കച്ചവടം നടത്തി 5 പൈസ വന്നു, കെട്ടിയവനൊരു കാറ് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നാക്ക് വെച്ചോണ്ട് എന്റെ അടുത്ത് വരണ്ട, അങ്ങ് മാറി നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറയൂ അമ്മേ, പറയാനുള്ളതിനാണല്ലോ ഈ നാക്ക് തന്നിരിക്കുന്നത്. അത് നാക്ക് മുറിച്ചു കളഞ്ഞൊന്നും എനിക്ക് ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറയും, അതിപ്പം എന്റെ സ്വാതന്ത്ര്യമല്ലേ. ആ സ്വാതന്ത്ര്യത്തെ അമ്മ ചോദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്ര പറഞ്ഞു, കലക്കി മോളെ രേവതി, കലക്കി. ഇങ്ങനെയുള്ളതിന് ഇതുപോലെയുള്ള മറുപടി തന്നെ കൊടുക്കണം. നിങ്ങൾ കുറച്ചും കൂടെ വളം വാരി അവളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക, അവള് പല പോലെ അങ്ങ് വളരട്ടെ. വളർന്നു കഴിയുമ്പോൾ ഇവളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ അറിഞ്ഞോളും. അല്ല രവിയേട്ടാ, ഞാൻ പറയുന്നതിലും ഇല്ലേ കാര്യം? നീ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോഴാണ് നമ്മുടെ സച്ചി വരുന്നത്. സച്ചി വന്നിട്ട്, ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രേവതി പറഞ്ഞു, അത് പിന്നെ ഇതാണ് സച്ചിയേട്ടാ കാരണം, നമ്മള് കല്യാണത്തിന് പങ്കെടുക്കരുതെന്നാ പറയുന്നത്. ഓഹോ,
അല്ല, കല്യാണത്തിനല്ല, താലിമാറ്റൽ ചടങ്ങിന് പങ്കെടുക്കരുതെന്നാ പറയുന്നത്. ഓഹോ, ആഹാ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ പങ്കെടുത്തിട്ടേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാലോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയാ, മോനെ സച്ചി, ഒരു കാര്യം ചെയ്യ, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പങ്കെടുക്കണ്ട, ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പങ്കെടുക്കണ്ട. അപ്പം രവിയേട്ടനും മനസ്സിലായല്ലേ? അല്ലെങ്കിൽ രവിയേട്ട അവര് വലിയ വലിയ ആൾക്കാരല്ലേ, ഇവൻ ചെന്ന് ഇവന്റെ വായിട്ട് വളവളവളവളാന്ന് കിടന്ന് അലയ്ക്കുകയും ചെയ്യും. അല്ലെങ്കിലും വർഷയുടെ അമ്മയ്ക്കും ഇഷ്ടമൊന്നുമല്ല. അല്ല, വർഷയുടെ അമ്മ എങ്ങനെ പറഞ്ഞു? വർഷയുടെ അമ്മയും കൂടെ പറഞ്ഞത് ഇവനുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട വേണ്ട മോനെ, നീ പോണ്ട. കാരണം വിളിക്കാൻ സ്ഥലത്ത് നിനക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, വേണ്ട, നീയും പോണ്ട, രേവതിയും പോണ്ട. ആഹാ, അപ്പം രവിയേട്ടനെ അറിയാല്ലേ? ഈ കാര്യമെങ്കിലും ഞാൻ പറയുന്നൊന്ന് അനുസരിച്ചല്ലോ. ആശ്വാസമായി എനിക്ക്. ഞാൻ ഇത് എങ്ങനെ രവിയേട്ടന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഓർത്തിരുന്നപ്പോഴാണ് രവിയേട്ടൻ സമ്മതിച്ചത്. ഓഹ്, എനിക്ക് അങ്ങ് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. നീ സന്തോഷിക്ക്, നിനക്ക് സന്തോഷിക്കാനുള്ള സമയല്ലേ. ഒരു കാര്യം ചെയ്യും, നീയേ എനിക്ക് പകരം വേറെ ആരെങ്കിലും അങ്ങോട്ട് സെറ്റ് ആക്കിക്കോ. അല്ല, ഞാനും വരുന്നില്ല കല്യാണത്തിന്. അപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് ആരെങ്കിലും നിൽക്കണ്ടേ? അല്ല രവിയേട്ടൻ, രവിയേട്ടൻ എന്താ ഈ പറയുന്നത്? രവിയേട്ടൻ വരുന്നില്ലെന്ന്? ശേ, രവിയേട്ടൻ വരാതെ എങ്ങനെയാ രവിയേട്ട താലിമാറ്റൽ ചടങ്ങൊക്കെ നടത്താൻ പറ്റുന്നത്? രവിയേട്ടൻ എന്താ ഈ പറയുന്നത്? അല്ല, എന്റെ മകൻ വരുന്നില്ല, എന്റെ മകൻ വരുന്ന സ്ഥലത്തേക്ക് ഞാൻ വരുന്നുള്ളൂ, എന്റെ മകൻ വരാത്തത് കൊണ്ട് ഞാൻ വരുന്നില്ല. എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? ചന്ദ്രൻ, നീ പോയി നിന്റെ പണി നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തും വർഷയും കയറി വരുന്നത്. ശ്രീകാന്തും വർഷയും കയറി വന്ന ഉടനെ ഇത് പകുതിയൊക്കെ കേൾക്കുക, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നത്. എന്താ പ്രശ്നം, എങ്ങോട്ട് വരുന്നില്ലെന്നാ പറയുന്നത്? അല്ല മോളെ, താലിമാറ്റൽ ചടങ്ങിന് ഞാൻ വരുന്നില്ലെന്ന്. അതെന്താ അച്ഛൻ വരാത്തത്? അല്ല, രേവതി സച്ചി വരാത്ത സ്ഥലത്തേക്ക് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? അപ്പം താലിമാറ്റൽ ചടങ്ങ് ഫംഗ്ഷൻ വെക്കുമ്പം രേവതി ചേച്ചിയും സച്ചേട്ടനും വരുന്നില്ല. അപ്പൊ രേവതി പറഞ്ഞു, എന്തിനാ വർഷേ വിളിക്കാത്ത സ്ഥലത്തേക്ക് വരുന്നത്? വർഷയുടെ അമ്മ തന്നെയാ ഇവിടെ വന്ന് പറഞ്ഞത്, ഞങ്ങളെ ഈ ഈ ഒരു ചടങ്ങിന് പങ്കെടുപ്പിക്കരുതെന്ന്. ആര്? എന്റെ അമ്മയോ? എപ്പോ വന്ന് പറഞ്ഞു? അത് പിന്നെ എന്നോട് അമ്മയാ പറഞ്ഞത്. ഇപ്പം അതാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നതെന്ന് രേവതി പറഞ്ഞു. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോളെ, സംസ്കാരവും വെളവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരെ ഈ വക പരിപാടിക്ക് പങ്കെടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്നേ. അപ്പൊ വീണ്ടും നമ്മളെ സച്ചിക്ക് ഓരിശം വന്നിട്ട് സംസ്കാരം ഇല്ലാത്ത ആർക്കാന്ന് ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, അടങ്ങ് സച്ചി, നീ അടങ്ങ്, നീ പോകണ്ട, നിന്നെ വിളിക്കാത്തടത്ത് നീ പോകണ്ട, അവർക്ക് ഇഷ്ടമല്ലേ നീ ചെല്ലണ്ട, അത്ര തന്നെ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി സച്ചിനെ ആയിട്ടങ്ങ് മാറി നിന്നു. അപ്പോഴത്തേക്കുമാണ് രേവതി ചേച്ചി അവിടെ നിന്നേ എന്ന് നമ്മുടെ വർഷ പറഞ്ഞത്. അപ്പൊ രേവതി, എന്താ വർഷേ? അതേ, ഇത് എന്റെ താലിമാറ്റൽ ചടങ്ങല്ലേ, അല്ലാതെ ഈ നിൽക്കുന്ന എന്റെ അമ്മായി അമ്മയുടെയോ എന്റെ അമ്മയുടെയോ ഒന്നും അല്ലല്ലോ. എന്റെ കല്യാണത്തിന് ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് താലിമാറ്റൽ ചടങ്ങിന് ചേച്ചി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും ശരിയാവില്ല, അതൊന്നും ഞാൻ സമ്മതിച്ചു തരത്തില്ല. ഈ താലിമാറ്റൽ ചടങ്ങ് മുമ്പിൽ നിന്ന് ചേച്ചി വേണം നടത്തി തരാനായിട്ട്. അത് പിന്നെ എന്റെ ഭർത്താവ് വരാത്ത സ്ഥലത്തേക്ക് ഞാൻ എങ്ങനെയാ മോളെ വരുന്നത്? അത് ശരിയാവോ? അതൊക്കെ ശരിയാകും. അതെ, സച്ചേട്ടനും ഈ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കും, രേവതി ചേച്ചി ഈ താലിമാറ്റൽ ചടങ്ങിൽ പങ്കെടുക്കും. ഇല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ അങ്ങ് ക്യാൻസൽ ചെയ്യും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ നിന്ന് ചിരിക്കാണ് കേട്ടോ, ഇവളാണ് പെണ്ണ് എന്ന് മനസ്സിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോളെ, എന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സത്യം പറയാമ്മേ. അത് പിന്നെ മോളുടെ അമ്മ അങ്ങനെ പറഞ്ഞില്ല, പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് ബാക്കിയെല്ലാം അങ്ങോട്ട് പൂരിപ്പിച്ചെടുത്തോ? ഈ പ്രശ്നം ഇവിടെ നിർത്തിക്കോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സച്ചേട്ടനും രേവതി ചേച്ചി ഇല്ലാത്തൊരു താലിമാറ്റൽ ചടങ്ങിന് ഞാൻ പങ്കെടുക്കില്ല. അപ്പോഴല്ലേ ശ്രുതി ഇങ്ങോട്ട് വന്നിട്ട്, അത് പിന്നെ ആർക്കും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അത് തന്നെയല്ലേ ശ്രുതി അല്ല വർഷ നല്ലതെന്ന്. അപ്പൊ വർഷ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ശ്രുതി ചേച്ചിക്ക് ഒരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശ്രുതി ചേച്ചിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ മാറ്റി നിർത്തിയാൽ സമ്മതിക്കുവോ? ശ്രുതി ചേച്ചിയുടെ അച്ഛൻ വന്നില്ല, ചേച്ചി സമ്മതിക്കുവോ? അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് എന്റെ ഈശ്വര, പണി പാലി വെള്ളത്തിൽ കിട്ടിയല്ലോ, മിണ്ടാതെ അങ്ങ് മാറിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മിണ്ടാതെ അങ്ങ് മാറി. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു, അച്ഛനും രേവതി ചേച്ചിയും അതുപോലെ സച്ചിയേട്ടനും ഈ വീട്ടിലെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. താലിമാറ്റൽ ചടങ്ങിന് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് നടക്കുകയുള്ളൂ, ഞാൻ നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ സച്ചിയും രേവതിയും സമ്മതിക്കുകയാണ്. സച്ചിയേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നു. അങ്ങനെ രവീന്ദ്രനും സച്ചിയും രേവതിയൊക്കെ വരാമെന്ന് സമ്മതിച്ചു കേട്ടോ. വർഷയ്ക്കും ഭയങ്കര സന്തോഷമായി, അവരങ്ങ് മാറിപ്പോയി. ചന്ദ്രയാണെങ്കിൽ രേവതിനെ മാറ്റി നിർത്തിയിട്ട്, ഒരു കാര്യം പറഞ്ഞേക്കാനാ, നീ നിന്റെ കെട്ടിയവനും അങ്ങോട്ട് എഴുന്നള്ളി വരുന്നത് കൊള്ളാം, എന്നെ നാണം കെടുത്തരുത് കേട്ടോ ഈ മറ്റവളെ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാൻ, മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, ആ ചടങ്ങിന് വന്ന് മിണ്ടാതിരുന്നിട്ട് പൊക്കോണം എന്ന് വെച്ചേക്കണം. വാ തുറക്കരുത്, നാക്ക് വെളി വീടരുത്, പല്ല് വെളി കാണരുത്. അല്ലമ്മേ, ഒരു ഫംഗ്ഷൻ ആകുമ്പം അവിടെ ഭക്ഷണമൊക്കെ കാണൂലേ, അന്നത്തെ ദിവസം ഞങ്ങക്ക് വിശക്കില്ലേ, ഭക്ഷണം കഴിക്കണ്ടേ, അപ്പൊ വാ വിളിക്കത്തില്ലേ? നീ കൂടുതൽ എന്നെ ഇങ്ങോട്ടേക്ക് വരരുത് കേട്ടോ രേവതി. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് പറഞ്ഞു.
അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അത് മതി എന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ആണെങ്കിലും ഓ വേണ്ട പോവണ്ട, അത് ശരിയാവില്ല, എന്തിനാ വെറുതെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി എന്നിട്ട് എന്താ സച്ചിയേട്ടാ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് പിന്നെ രേവതി, നമുക്ക് ഈ ഒരു ഇതിന് പോവണ്ട, പോകാതിരിക്കുവാണെ അത്ര നല്ലതല്ലേ. ഏയ് അത് ശരിയാവില്ല, നിങ്ങളുടെ അനിയന്റെ താലിമാറ്റൽ ചടങ്ങല്ലേ, അനിയന്റെ മാത്രമല്ല ചേട്ടന്റെ അനിയന്റെ ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾ മാറി നിന്ന് കഴിയുമ്പം അത് അച്ഛന് വിഷമാവൂലേ? അത് ശരിയാ രേവതി, അച്ഛന് വിഷമാവും. എങ്കിൽ പിന്നെ നമുക്ക് പോണം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരുമായിട്ട് യാതൊന്നിനും പോകുന്നില്ല, സഹകരിക്കാനോ മിണ്ടാനോ ഉരിയാടാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ പോകുന്നു ഇങ്ങ് പോരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ആരുമായിട്ട് വലിയ സംസാരത്തിനൊന്നും പോകരുത് സച്ചേട്ടൻ, എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ വാക്ക് ഇന്നാ വാക്ക് എന്നും പറഞ്ഞ് വാക്കും കൂടെ കൊടുത്തു കേട്ടോ. ഈ സമയത്താണെങ്കിൽ മഹിമ വീട്ടിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ആരോട്? നമ്മുടെ വർഷയുടെ അച്ഛനോട്. കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച അതേപടി തന്നെയാ ഏട്ടാ നടക്കുന്നത്. ഏട്ടാ ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാ. ആ സച്ചി വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സച്ചി വരും, വരിക തന്നെ ചെയ്യും. സച്ചി വരാതെ എന്റെ മോളും അതുപോലെ ശ്രീകാന്തും ഒക്കെ ഈ ഒരു താലിമാറ്റൽ ചടങ്ങിന് സമ്മതിക്കില്ല. എന്റെ മോളുടെ കാര്യം എനിക്കറിയാലോ. ഞാൻ വളഞ്ഞ വഴി പ്രയോഗിച്ചത് തന്നെ. അവന് ഞാൻ പറഞ്ഞിട്ടും വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയാൽ മതി, അത് ഊരിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നമാക്കാനേ ഈ മഹിമയ്ക്ക് അറിയാം. നോക്കിക്കോ ഇനി ദേ എന്റെ മകളും എന്റെ മരുമകനും നമ്മുടെ ഈ വീട്ടിലായിരിക്കും താമസിക്കാൻ പോകുന്നത്. അതിന്റെ അറേഞ്ച്മെന്റ്സുകളൊക്കെ തുടങ്ങണം. അല്ല വല്ലതും നടക്കുവോ മഹിമേ? നടത്താൻ വേണ്ടിയല്ലേ ഈ മഹിമ ചെന്നത്. അറിയണോ, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ചന്ദ്ര ഇങ്ങോട്ടേക്ക് പറഞ്ഞു സച്ചി കാണില്ലെന്ന്. മതിയില്ലോ, ഇത് മതിയില്ലോ. ഏതായാലും നിന്റെ പ്ലാനും ഐഡിയ ഒക്കെ കൊള്ളാം. നടക്കുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. നടക്കുവേട്ടാ നടക്കും. ഈ മഹിമ അത് നടത്തിയെടുക്കും. ആകെയുള്ള ഒരു മോളാ നമ്മളെ ധിക്കരിച്ചിറങ്ങിപ്പോയത്. അതും അവനൊക്കെ കാരണം. ആ കുടുംബം നാറണം. നാറിയുണ്ടല്ലോ എരിയണം. ഒരു മകളോ അല്ലെങ്കിൽ മകനോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുണ്ടാകുന്ന വിഷമം എന്താണെന്ന് ആ തന്തയും തള്ളയും ഒക്കെ അറിയണം. നമ്മൾ അറിയിപ്പിച്ചു കൊടുക്കും. ഈ ഈ മഹിമ ആരാണെന്നേ ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല. മഹിമ അങ്ങോട്ടും മഹിമ വിളമ്പുവാണെന്നാ ഓർത്തിരിക്കുന്നത്. പക്ഷെ ഈ മഹിമയുടെ ഉള്ളിൽ ഒരു മഹിമയും ഇല്ലെന്നേ അവൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ചന്ദ്രയ്ക്ക് ഞാനങ്ങ് ചെല്ലുമ്പം ഒലിക്കുക തേനും പാലും പഴവും ഒക്കെ. പൈസ കണ്ടിട്ട് പൈസ മോഹിച്ചിരിക്കുന്ന വൃത്തികെട്ടവളാ അവള് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ അങ്ങ് പോവുക. അപ്പം എന്തേ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ആരോ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു സീനുമല്ല, നമ്മുടെ ശ്രുതിനെയാണ്. ശ്രുതിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ചന്ദ്ര ചെന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, അല്ല ശ്രുതി നിന്റെ അച്ഛനെ വിളിച്ചോ നീ? അച്ഛൻ വരുവോ? അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതോ അച്ഛൻ മാത്രമാണോ വേറെ ആരെങ്കിലും ഒക്കെ വരുവോ? അത് വരും വരും അമ്മേ, ഞാൻ വിളിച്ചിട്ടുണ്ട്. സത്യമാണോ നീ പറയുന്നത്? പെരുങ്കൈയോടുകൂടി അല്ലായിരിക്കുമല്ലോ വരുന്നത്. എല്ലാവരും കാണണം എന്റെ ശ്രുതി മോനും കെട്ടിയിരിക്കുന്നത് വലിയ പണക്കാരന്റെ മകളെയാണെന്ന് എല്ലാവരും അറിയണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ ഇതും വെപ്പിക്കാൻ സമ്മതിച്ചത്. ഇതും വെക്കട്ടെ എന്ന് അവരോട് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് സമ്മതം മേടിച്ചത്. അവര് മാത്രം വലിയ പണക്കാരായിട്ടിരുന്നാ പോരല്ലോ. നോക്കിക്കോ, ഇതോടുകൂടി ആകെ എല്ലാവരുടെയും മുഖഛായ അങ്ങ് മാറും. നമ്മളെല്ലാവരുടെയും മുമ്പ് വലിയ പണമുള്ളവരാകും. നോക്കിക്കോ മോളെ. അതിനോടൊപ്പം തന്നെ സുധിക്ക് നല്ല ജോലിയും കിട്ടും. നിന്റെ അച്ഛൻ സുധീനെ കാണുമ്പോഴേ പൊക്കി എടുത്തോണ്ട് മിക്കവാറും മലേഷ്യയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അത്ര കഴിവല്ലേ എന്റെ മോന്. നോക്കിക്കോ ഈ ചന്ദ്രമതി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. മിക്കവാറും ഈ വീട് വിറ്റിട്ട് നമുക്ക് എല്ലാവർക്കും മലേഷ്യയിലേക്ക് പോകേണ്ടി വരുമായിരിക്കും അല്ലേടി ശ്രുതി മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി ഇതെല്ലാം കേട്ടിട്ട് പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന് നേരെ മീരയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. സങ്കടം പറയാൻ ആകെ ഉള്ളത് മീരയല്ലേ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. കാരണം ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വിശേഷത്തിൽ നിങ്ങളോട് പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഇപ്പൊ ഇട്ടിരിക്കുന്നത് നമ്മുടെ നാളത്തെ കഥയാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്നത് നയനയുടെയും ആദർശിന്റെയും നാളത്തെ അപ്കമിങ് അല്ല സോറി, നാളത്തെ പ്രേമ വിശേഷമാണ്. അപ്പൊ അത് നമ്മൾ വൈകിട്ട് ഒരു 9:30 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ ചാനലായ റിയൽ സ്റ്റോറിയിലും റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന 2 ചാനലുണ്ട്. ഇപ്പൊ റിയൽ സ്റ്റോറിയിൽ നമ്മൾ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ നയനുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളും ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി ന്യൂയില് ഗൗതമിന്റെയും നന്ദയുടെയും പ്രേമവിശേഷവും അതുപോലെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്. തീരാറായിട്ടോ നമ്മുടെ കഥ, ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക്. കൂടെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളൂ. അപ്പൊ ടാറ്റാ ബൈ ബൈ.